ഹലോ. ലോകേഷ് കനകരാജ് നായകനാകുന്ന DC. അരുൺ മാധേശ്വർ സംവിധാനം ചെയ്ത സിനിമ വിഖ്യാത ബംഗാളി സാഹിത്യകാരനായ ശരത് ചന്ദ്ര ചതോപാധ്യായുടെ ദേവദാസ് എന്ന നോവലിനെ ഒരു ഗ്യാങ്സ്റ്റർ റിവഞ്ച് ത്രില്ലറായി പുനരാവിഷ്കരിക്കുകയാണ്. പതിവ് തമിഴ് മാസ് മസാല ഫോർമുല തന്നെയാണ് DCയിലും ഉള്ളത്. നായകനായി അരങ്ങേറ്റം കുറിച്ച ലോകേഷ് കനകരാജിൻ്റെയും വാമിക ഗബ്ബിയുടെയും മാസ് ആക്ഷൻ പ്രകടനങ്ങളും അനിരുദ്ധ് രവിചന്ദ്രൻ്റെ പശ്ചാത്തല സംഗീതവും പിന്നെ ദൃശ്യങ്ങളും ചിത്രത്തെ ഒരു മികച്ച തിയേറ്റർ അനുഭവമാക്കി മാറ്റുന്നുണ്ട്. മാസ് രംഗങ്ങളിൽ പ്രേക്ഷകരെ ആവേശം കൊള്ളിക്കുന്ന അനിരുദ്ധിൻ്റെ മാസ് BGM ശൈലി തന്നെയാണ് ചിത്രത്തിൻ്റെ ഹൈലൈറ്റ്. ദേവദാസ് എന്ന നായകനായി ലോകേഷ് മികവുറ്റ പ്രകടനമാണ് നടത്തുന്നത്. നായകനൊപ്പം പ്രാധാന്യമുള്ള ചന്ദ്രയുടെ വേഷത്തിൽ വാമിക ഗബ്ബിയും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു. വൈകാരിക രംഗങ്ങളിലും ആക്ഷൻ രംഗങ്ങളിലും വാമിക ഒരുപോലെ മികവ് പുലർത്തുന്നുണ്ട്. ഒരു ബാർ ഗായികയുടെ വേഷത്തിൽ സഞ്ജന കൃഷ്ണമൂർത്തിയും കൊള്ളാം. ഒരു പ്രതികാര ആക്ഷൻ ത്രില്ലറാണെങ്കിലും വ്യവസ്ഥയെ നേരിടാൻ ഒരു മാർഗവുമില്ലാത്ത സാധാരണക്കാരായ ആളുകളുടെയും അതേസമയം അധികാരമോഹികളെയും ദുഷ്ടന്മാരെയും അടിച്ചമർത്തുകയും ചൂഷണം ചെയ്യുകയും കൊല്ലുകയും ചെയ്യുന്നവരുടെ പതിവ് കഥ തന്നെയാണ് DCയും പറയുന്നത്. ദുഃഖം പേർന്ന നായകൻ, പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകൾ, സാഹചര്യത്തെ നേരിടാൻ അതിനെ അതിജീവിക്കാൻ എന്തും ചെയ്യുക എന്ന അവസ്ഥ, അക്രമമാണ് ഏക സംരക്ഷണം എന്ന് തീരുമാനിക്കുന്ന രണ്ടാളുകളുടെ സിനിമയാണിത്. പോലീസ് അതിക്രമത്തെയും വ്യവസ്ഥിതികളെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന പതിവ് ഹീറോ തന്നെയാണ് ദേവദാസ്. എന്നാൽ ഇതിൽ നായകന്റെ പല കുറ്റകൃത്യങ്ങൾക്കും നീതീകരണമില്ല. നിരപരാധികളായ ഒട്ടേറെ പോലീസ് ഉദ്യോഗസ്ഥരെയും കൊന്നൊടുക്കുന്നുണ്ട്. ലോകേഷിന്റെ ദേവദാസ് തന്നെയാണ് ചിത്രത്തിലെ പ്രധാന ആകർഷക ഘടകം. പരിചിതനായ ഒരു സംവിധായകന്റെ മികവ് അദ്ദേഹത്തിന്റെ പ്രകടനത്തിലുണ്ട്. അതിനാൽ ദേവദാസിനെ അദ്ദേഹത്തിന് അനായാസം അവതരിപ്പിക്കാൻ കഴിഞ്ഞു. പിന്നെ മുകേഷ് ജിയുടെ ഛായാഗ്രഹണവും അനിരുദ്ധിന്റെ സംഗീതവും അത് തന്നെയാണ് ഈ ചിത്രത്തിന്റെ നെടുന്തൂണുകൾ. മാഡ്നസ് മീറ്റ്സ് മാഡ്നസ് എന്നാണ്. ചാരനിറമുള്ള ലോകത്ത് അവർ കാട്ടിക്കൂട്ടുന്ന അക്രമങ്ങൾ, രക്തച്ചൊരിച്ചിൽ, വ്യവസ്ഥിതിയോടുള്ള ഒരു പടപൊരുതലാണ് ഈ സിനിമ. നമ്മൾ അനുഭവിച്ച ഒരുപാട് ദുരനുഭവങ്ങൾ, പക്ഷേ അതിനെതിരെ നമുക്ക് എന്തും ചെയ്യാം, നമുക്ക് ഏതറ്റം വരെയും പോകാം എന്ന് കാണിക്കുന്ന രണ്ടുപേരുടെ സിനിമയാണിത്. ഇതിപ്പോൾ ആക്ഷനും ഫൈറ്റും ഇങ്ങനെയുള്ള രക്തച്ചൊരിച്ചിലൊക്കെ കണ്ട് ഇരിക്കാൻ താല്പര്യമുള്ളവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന മികച്ചൊരു തിയേറ്റർ അനുഭവം തന്നെയാണ് DC. ഇതൊക്കെയാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയ എൻ്റെ അഭിപ്രായങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ ബൈ.